സീ ഓഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുകയാണ്. അതെ, കടലോളം സ്നേഹം. അപ്പോ ആദ്യം തന്നെ നമ്മുടെ സിനിമ ആ സീ ഓഫ് ലവ് ശരിക്കും എന്താണ് സിനിമയുടെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ അങ്ങനെയൊക്കെ? സീ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയം, സ്നേഹം എന്നുള്ളതാണ്. അതായത് പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് വ്യക്തികൾ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകൾക്ക് തോന്നുന്ന പരസ്പരം ആകർഷണവും അവരുടെ ആശയവിനിമയങ്ങളും പിന്നെ അവരുടെ പരലോളം പരന്നു നടക്കുന്ന സ്നേഹവും. സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ പോലും അവർ രണ്ടുപേരും വല്ലാതെ അടുക്കുന്നു, അവർ രണ്ടുപേരും ആശ്വസിക്കുന്നു, നമ്മുടേതായ സ്വന്തമായ നിമിഷങ്ങളെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നു. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സ്ത്രീകൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് സപ്പോർട്ട് നൽകുന്ന സിനിമയാണിത്. ലെസ്ബിയൻ കണ്ടന്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ അങ്ങനത്തെ കോണ്ടന്റുള്ള സിനിമ ഭയങ്കര ചർച്ചയായി, കോൺട്രവേഴ്സ്യസ് ആയി. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതിനുള്ളൊരു സ്കോപ്പും കൂടെ ഉണ്ടാവില്ലേ ഈ സിനിമയ്ക്ക്? സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനത്തെ അതായത് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയമാണെങ്കിൽ പോലും അത് ഏതൊരു സിറ്റുവേഷനിലാണ് സാധാരണ സമപ്രായക്കാർ തമ്മിലുള്ള പ്രണയങ്ങളായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒത്തിരി ഏജ് വ്യത്യാസമുള്ള രണ്ട് സ്ത്രീകളാണ്. അപ്പോൾ പ്രണയത്തിന് മുന്നിൽ ഏജില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവർ പരസ്പരം തിരിച്ചറിയുന്നു, പ്രണയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മൂന്നേരും ഇപ്പോൾ ചേട്ടൻ പ്രൊഡ്യൂസറാണ്, ദേവൻ ചേട്ടൻ കോറേറ്ററാണ്. അതുകൂടാതെ നിങ്ങൾ മൂന്നേരും ഈ സിനിമയിൽ ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി ഒന്ന് പറയാം. ആദ്യം മീന ചേച്ചി, സ്ത്രീകളുടെ ഒരു പ്രണയം കൂടെ ചേച്ചിനെ പറയാം. ക്യാരക്ടറിന്റെ പേര് ജയന്തി എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് ചുറ്റും കാണുന്ന ഒരുപാട് സ്ത്രീകളെ പോലെയാണ് ജയന്തി. അതായത് അവരവരുടെ വീട്ടുകാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുട്ടിക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവര് കുറെ കാലം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചു പോകുന്നു, മകൻ വളർന്ന് വലുതാകുന്നു, അതിനുശേഷം അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇത്തരം സ്ത്രീകളെ നമ്മൾ ചുറ്റും ഒരുപാട് കാണാറുണ്ട്. അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയാണ് ജയന്തി. അപ്പൊ അവരുടെ അവരുടെ ജീവിതത്തിൽ അവര് സ്നേഹം തേടി പോകുന്നില്ലെങ്കിലും അവർ സ്നേഹം കണ്ടെത്തുക. അത് നമ്മളൊരു കൺവെൻഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് നിന്നല്ല ഈ സിനിമയിൽ അവർക്ക് സ്നേഹം കിട്ടുന്നത്. അത് മറ്റൊരു സ്ത്രീയിൽ നിന്നാണ്, പ്രായത്തിൽ അവരെക്കാളും കുറഞ്ഞൊരു സ്ത്രീയിൽ നിന്നാണ്. അങ്ങനെ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ത്രീകൾ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അത്തരം ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ജയന്തി. എൻ്റെ ക്യാരക്ടറിനെ പേര് പറയുകയാണെങ്കിൽ രവീഷ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം ഇതിൽ ജയന്തിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. രവീഷ് ഒരു ഫോറിനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം അതിൽ നിന്ന് രവീഷിനൊരു പ്രണയം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ പോകുന്നത്. ഒരു ഇന്റർവെല്ലിന് ശേഷമാണ് അതിലൊരു സസ്പെൻസും ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള വ്യവസായം നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതെ. കോറേറ്ററാണ് ഇതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് സിനിമയെ പറ്റി പറയാന്ന് വെച്ചാൽ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്ന് പറയുമ്പോൾ അത് ഒരു അവകാശവാദമല്ല. കാരണം സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന സിനിമകൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത്തരത്തിൽ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ, തെറ്റായ പൊതുബോധത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, അതിനെതിരെ പോരടിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എളുപ്പമുള്ള ഒരു സിനിമയല്ല. അപ്പൊ നമുക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന ഒരു സിനിമയല്ല എന്ന് മാത്രമല്ല, ഇതിന്റെ നമ്മൾ കഥ ഇതിന്റെ രൂപപ്പെടുത്തുമ്പോൾ തന്നെ ഇതിന്റെ ബീജാവസ്ഥയിൽ തന്നെ ഇത് ആരെയാണ് എവിടെയാണ് ഇത് ഇതിന്റെ ഒരു ഹിറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കത് പറ്റി വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലെസ്ബിയൻ കണ്ടന്റ് സിനിമ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ സിനിമ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുള്ള സിനിമ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് പാത്ര സൃഷ്ടിയിൽ തന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ജീവിക്കുന്ന ഒരു ആളുടെ ലൈഫ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴൊരു പ്രശ്നമല്ല, അതിൻ്റെ ഒരു സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹം എന്നെ കാണുന്നത് അത് വേറെ അന്യഗ്രഹ ജീവികളാണെന്നുള്ള രീതിയിൽ അവരതിനെ കണ്ടും തള്ളുകയാണ് ചെയ്യുന്നത്. അതിനെ ഒരു വിമർശിക്കാൻ പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്, അവരെ ബാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഞാൻ പറയും. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വൾഗാരിറ്റി ഉള്ള സീനുള്ള അർത്ഥത്തിലല്ല ഞാനത് തെളിച്ചു പറയുന്നത്. ഇതിന്റെ ആശയം ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ വിളിക്കുന്നു, താങ്കളുടെ അമ്മ ഒരു ലെസ്ബിയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രകോപനം ഉണ്ടാവും. അതാണ് വ്യത്യാസം. അതായത് ഞാൻ വേറൊരു ആള് ഒരു ലെസ്ബിയാണെന്ന് അയാൾക്ക് ദേഷ്യം പറയുന്നത്. എന്റെ അമ്മ ലെസ്ബിയനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന്
ഞാൻ ലെസ്ബിയൻസിനെ അംഗീകരിക്കും എന്ന് പറയും. എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അംഗീകരിക്കും. അതാണ് അവിടെ ചോദ്യം. അവിടെ മാറിയോളി. ഇതാണ് വ്യത്യാസം. ഞാൻ ലെസ്ബിയൻസിനെ അംഗീകരിക്കും, എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കും എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അത് പ്രകോപനമാണ് എന്ന് പറയുന്നതാണോ? അതായത് നമ്മൾ അങ്ങനെ ഇതിനകത്തൊരുത്തും ക്യാരക്ടേഴ്സ് ആയാലും നമ്മളുടെ ഇടയിൽ കാണുന്ന അമ്മ, അമ്മായി, മകൾ അങ്ങനെ വന്നു കഴിയുമ്പോഴോ ഇത് പ്രേക്ഷകന് നമുക്ക് ഒരു പ്രകോപനമാണ്. നമ്മൾ ഒരു അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ എടുത്ത് കാണിക്കല്ല. നമ്മൾ ചുറ്റും കാണുന്ന നമ്മളുടെ കൂടെ സിനിമ കാണുന്ന അമ്മയാണ് അതിൽ കഥാപാത്രമായിട്ട് കാണുന്നത്. ഇത് പ്രകോപനമാണ്. ഇത് തന്നെ വലിയൊരു പ്രകോപനം. അങ്ങനത്തെ തീമിനെ എടുത്ത് നമ്മളതിനെ കൺവിൻസിങ് ആയിട്ട് കാണിച്ച് ആ ഇമോഷൻ, ഇവർക്കിടയിലുള്ള പ്രണയം അത് കണ്ടിറങ്ങുന്ന സമയത്ത് അവരുടെ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയുന്നതാണ്. ഒരു റൊമാൻറ്റിക് സിനിമ, നമ്മളിപ്പോൾ ഒരു പ്രേമ സിനിമ നമ്മൾ കണ്ടു, ഇപ്പം നിറം അല്ലെങ്കിൽ അനിയത്തി പ്രാവ്, എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്? ആ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിക്കണമെന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സിനിമയല്ല, മറിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. കൊമേഴ്ഷ്യലായിട്ട് പോകുന്ന നല്ല പാട്ടുകളുള്ള എൻഗേജിങ് ആയ ഒരു മൂവിയാണ്. അങ്ങനെ തന്നെയാണ് സാഹിത്യം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്തിലെല്ലാം സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കണം നമുക്ക് നിർബന്ധമുണ്ട്. എല്ലാവരും ബോർ അടിപ്പിക്കുക, ഒരു സീൻ വെച്ചിട്ട് 10 മിനിറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ വെച്ചിട്ട് ബോർ അടിപ്പിക്കുക, ആൾക്കാർ എണീറ്റ് പോവുക, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന നിർബന്ധമുണ്ട്. ഗ്രാമപ്രദേശത്ത് നടക്കുന്ന സാധാരണ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇപ്പോഴാണ് ഇതിന്റെ പേരിട്ട് വിളിക്കുന്നത്. പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആരും തിരിച്ചറിയപ്പെടുന്നില്ല. അത് എന്താണെന്ന് കൂടി നമുക്കറിയില്ല, നമ്മളത് ചർച്ചയാക്കുന്നില്ല. അവർക്കും ഒരു ഇഷ്ടം എന്താന്ന് പറയാം. വീട്ടിലുള്ളവരോട് പോലും പറയാൻ നിർത്തിയില്ല. വീട്ടിലുള്ളവർ പോലും ഇതിനൊരു അപശകുനമായിട്ട് കാണുന്നത്. അവരുടെ ഒപ്പം കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണിത്. നാട്ടുമ്പുറത്തുള്ളവരൊക്കെ ആണെങ്കിലും അതെ. അപ്പൊ നാട്ടുമ്പുറത്തുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൾ ആരെടുത്താ പറയാ? ആരോട് സംസാരിക്കാനില്ല. സാധാരണ ഒരു വീട് തീർത്തുകാരി പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ്. അപ്പൊ അവൾക്ക് അങ്ങനെ ഒറ്റപ്പെട്ടവളൊക്കെ നിൽക്കുന്നു, വീട്ടില് പറയാൻ പറ്റുന്നില്ല, പുറത്ത് പറയാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല, എന്നാൽ തന്റെ ജെൻഡർ ഇതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിൽ വിമർശപ്പെട്ട് നിൽക്കുകയാണ്, വീർപ്പുമുട്ടി നിൽക്കുമ്പോഴാണ് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ ആരുടെ അമ്മയാണോ അല്ലെങ്കിൽ അനിയത്തിയാണോ എന്നൊന്നും വിചാരിക്കില്ല, ആ വ്യക്തിയുമായിട്ട് ഇതിങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മനിർവൃതി, അതിൽ പ്രണയത്തിലേക്ക് വളരാൻ. ആ വ്യക്തിയാണെങ്കിലും ഭർത്താവില്ലാതെയും മക്കളാണെങ്കിലും, ഒരു സ്ത്രീ എപ്പോഴും സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാത്തവളാണ് സാധാരണ സ്ത്രീകൾ. അവർ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എപ്പോഴും, സ്ത്രീകൾ നല്ല നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ സ്ത്രീകൾ എപ്പോഴും അവനവന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് താൻ ജീവിച്ചു എന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഒരേ മനസ്സോടെ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ മനോഹരമായ റാസാദീപത്തിന്റെ ഗസൽ സോങ്ങിന് മിഴി കൊണ്ട് മാത്രം പണയം പറഞ്ഞ സോങ്ങിന്റെ അതേ രാഗം ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം BGM എന്ന് പറഞ്ഞ കുട്ടിക്കാലം പോലെ ഞാൻ LBC സാറിന്റെ പടങ്ങളാണ് എന്നെ അതിനകത്ത്. അതുകൊണ്ട് ഞാൻ രജിത് മേലേക്കാട്ട് BJ ചെയ്ത് രാജേഷ് യാത്രയെ കൂടിയിട്ട് ചെയ്തു തന്നാണ്. വളരെ രസകരമായ രീതിയിൽ പാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് മാനസിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചിരി ഇതൊരു കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ട്, ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ. കാരണം ഇപ്പൊ നമ്മൾ ലെസ്ബിയൻസിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ലെസ്ബിയൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മിക്കതും യങ് ആയിരിക്കും, അല്ലെങ്കിൽ വരുന്ന രണ്ട് പേഴ്സും രണ്ടും സെയിം ഏജ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, പിന്നെ നാട്ടിൻപുറം, ഒരമ്മ, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ കേട്ടപ്പോൾ അത് ചെയ്യാനൊക്കെ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നമ്മൾ ഈ ടിപ്പിക്കൽ കാണുന്ന കുറെ ക്യാരക്ടേഴ്സ്, ഫേസ്ബുക്കിൽ കാണുന്ന അമ്മ, ഭാര്യ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ ശരിക്കുള്ള സ്ത്രീകൾ, നമ്മുടെ ചുറ്റിനുള്ള ശരിക്കുള്ള സ്ത്രീകൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പം അവരെ സ്ക്രീനിൽ അവരായിട്ട് കാണിക്കാൻ ധൈര്യപ്പെടുന്നതിന് വളരെ കുറച്ച് പേരുണ്ട്. സായിയും ദൈവവും ഒക്കെ അത് വളരെ ധൈര്യത്തോടുകൂടി അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീയുടെ എന്തൊക്കെയാണ് അവരുടെ ഡിസൈേഴ്സ് എന്താണ്, അവരൊരു ഇൻഡിവിജ്വലാണ് എന്നൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എനിക്ക് അതിന്റെ പോസിറ്റീവ് വശങ്ങളായിട്ടാണ് തോന്നിയത്. അത്തരം ഒരു ക്യാരക്ടർ സ്ക്രീനിൽ ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായിട്ട് തന്നെ കണ്ടു. ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇപ്പോൾ പുരുഷന്മാർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പവർ ഇച്ചിരി കുറവാണ്, അവരെ മനസ്സിലാക്കാനുള്ള ഒരു പവർ കുറവാണ്, അവർ ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടറാണ്. അപ്പൊ ഒരു സ്ത്രീനായിരിക്കും സ്ത്രീനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാന്ന് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ വർഗം തിരിക്കേണ്ട കാര്യമില്ല. അതിന് ഇതെല്ലാം നമ്മൾ മനുഷ്യരാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ മനനം ചെയ്യുന്നവരാണ് മനുഷ്യരെന്നാ പറയുന്നത്.
അപ്പൊ അത് രണ്ട് ആണായാലും പെണ്ണായാലും എന്തായാലും ഇതിന് കഴിവുള്ളവർ രണ്ട് ഭാഗത്തുനിന്നുണ്ട്, കഴിവില്ലാത്തവരുണ്ട് രണ്ട് ഭാഗത്ത്. അങ്ങനെ അതെ, ഒരാളനുസരിച്ചിരിക്കില്ല അത് അണ്ടർസ്റ്റാൻഡിങ്. തീർച്ചയായിട്ടും. പിന്നെ എനിക്കൊരു നോട്ടബിൾ ആയിട്ട് തോന്നിയത്, ഓക്കെ സായി ഡയറക്റ്റ് ചെയ്തു, കഥ എഴുതി, അത്രയും സ്ട്രോങ് ആയ ക്യാരക്ടർ തരും. പക്ഷെ ഒരു കോറാക്ടറായിട്ട് ദേവചേട്ടൻ വന്നിരിക്കുന്നത് ആൻഡ് ഹീസ് എ മെയിൽ. അപ്പോൾ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ ഡൗട്ട്ഫുൾ ആണ് ഒരു മെയിലിന് അത്രയും സ്ട്രോങ് ആയ ഫീമെയിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ചാലഞ്ച് പറഞ്ഞ പോലെ കുറച്ച് മുന്നേ ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആണ്. അതായത് നമുക്കിത് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന സംഭവം അത് ആരുടെ ഇടയിലാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് പക്ഷത്തുണ്ട്. സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകളുടെ ഇടയിലുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പല സ്ത്രീ വിരുദ്ധ സമരങ്ങളുടെ മുന്നിൽ നിർത്തുന്നത് സ്ത്രീകളെയാണ്. നമുക്ക് ചരിത്രം പരിശോധിച്ചത് മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഞാനാണ് ഇതിന്റെ മുന്നിൽ ആ സമരത്തിന് ഉയർത്തുന്ന ആശയത്തെ പൊളിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളെ തന്നെ അതിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആശയത്തെ പൊളിക്കുക, സമൂഹത്തിന് മുന്നോട്ടുള്ള നടത്തത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ആണുങ്ങളുടെ തീരുമാനം തന്നെയാണ്. പക്ഷെ അത് ആണുങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിലും സ്ത്രീകളും കൂടി അത് അത്തരത്തിൽ ചിന്തിക്കുന്നതാണ്. ഈ സിനിമയിൽ തന്നെ സായി ഉണ്ടാക്കിയിരിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ആയിട്ട് സ്ത്രീ വിരുദ്ധതയുള്ള കഥാപാത്രമുണ്ട്. സീനത്തിൽ ചെയ്തതാണ് അങ്ങനത്തെ അത് റിവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മള് ഒരു സ്ത്രീ പക്ഷ സിനിമ ചെയ്യുന്നു കരുതി കഴിഞ്ഞാൽ അതിലുള്ള മെയിൽ ക്യാരക്ടേഴ്സിനെ എല്ലാം തെമ്മാടികളായിട്ട് കാണിക്കുക, സ്ത്രീകളെല്ലാം വളരെ നല്ലതായി കാണിക്കുക എന്ന് പറയുന്ന രീതി അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ സിനിമ അങ്ങനെ തന്നെ നമ്മൾ റിയാലിറ്റി പോലെ തന്നെ സ്ത്രീകൾക്കിടയിലും സ്ത്രീ വിരുദ്ധതയുള്ളവരുണ്ട്, എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീ വിരുദ്ധ ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രം ഒരുപാട് പേരെ കാണാറുണ്ട്. ചിലപ്പോ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഏറ്റവും സ്ത്രീകൾ ശത്രുക്കൾ സ്ത്രീകളാണ് പലപ്പോഴും. സത്യമല്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളല്ല. ഒരിക്കലും ഞാനങ്ങനെ പറയില്ല. അത് മനസ്സിലാക്കൽ പോലെ ഇരിക്കും. ശരി. ഇപ്പൊ ചേട്ടൻ എന്താ പറയാ, ഇതിൽ ആക്ടറിന്റെ അപ്പുറം ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പൊ ഇത്രയും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെയത് കേട്ടപ്പോഴൊരു എക്സ്പീരിയൻസ് ആയിരുന്നു? അത് സായും ദേവും ആദ്യം എൻ്റെ അടുത്ത് വന്നത് ഞങ്ങൾ ഒരു സുരാജ് വെഞ്ഞാറമ്മയുടെ ഡേറ്റ് ഉണ്ട്, അതിന് പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് പറ്റിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി തരാമെന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ നേരെ എൻ്റെ അതൊരു ഫിലിം ബസാർ എന്ന് പറഞ്ഞ വെന്യൂ ആയിരുന്നു, അത് പാർട്ടിക്കിടയിലാണ് സത്യം പറയുന്നത്, ഗോവയിൽ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു സുരാജ് വെഞ്ഞാറമ്മ പറ്റിയ പ്രൊഡ്യൂസറല്ലേ, തൊട്ടപ്പുറത്തേക്കൊണ്ട് ഗ്രേറ്റ് ഇംഗേജിൻ്റെ പ്രൊഡ്യൂസർ കണക്ട് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ അത് പ്രോജക്റ്റ് നടന്നില്ല. അത് പിന്നെ എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനൊരു വലിയ പടമുണ്ട്, സുരാജേട്ടൻ്റെ ഡേറ്റ് ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്കൊരു വലിയ പടം ചെയ്യാൻ കഴിയില്ല, ചെറിയ ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ സായി ഈ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് വന്ന് കോട്ടയം അല്ലേ, കോട്ടയത്ത് വന്നാണ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞ വലിയ 5-10 കോടി ആ സാധനം തന്നെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ സായി വന്ന് കഥ പറഞ്ഞു, കേട്ടു. ഞാൻ അപ്പം തന്നെ സായിയോട് പറഞ്ഞു, സായി എനിക്ക് ഇന്ന് ഒരു ദിവസം സമയം തരണം എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആലോചിച്ചു വേറെ എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട്. കാരണം ഞാൻ ഈ അത്യാവശ്യം ഫെസ്റ്റിവൽ സമയത്ത് എല്ലാ സിനിമകളും കാണുന്നതാണ്. അപ്പം എന്തെങ്കിലും സാമ്യമുണ്ടോ ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി, അതുപോലെ LGBTQ സബ്ജക്റ്റുകളുടെ പല ഇതും ഞാൻ നോക്കി സെർച്ച് ചെയ്തു. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് മലയാള സിനിമയെന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. ഈ സായി ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതുവരെ വരാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ്. സബ്ജക്ട് ഓഫ് കോഴ്സ് പല റീസെന്റ് ആയിട്ട് കാതലാണ് ആകപ്പാടെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനം. അപ്പം പക്ഷെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്നേ വരെ എനിക്കിപ്പോ ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൈ കൊടുത്തത്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തോന്നിയപ്പോ എല്ലാവരും കൊമേഴ്ഷ്യൽ സിനിമ അതുപോലെ ഇൻഡിപെൻഡന്റ് സിനിമ എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു അവാർഡ് പടം, കൊമേഴ്ഷ്യൽ പടം. അപ്പൊ ഈ സെപ്പറേഷനെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും കൊമേഴ്ഷ്യൽ സിനിമകളാണ്. ഏതാ ഞാൻ ഒരു ആടുജീവിതം 100 കോടി നേടിയ പടമാണ്, പക്ഷെ എന്നാൽ ഫെസ്റ്റിവൽ പടമാണെന്ന് ചോദിച്ചാൽ ഫെസ്റ്റിവൽ പടമാണ്, കൊമേഴ്ഷ്യൽ പടമാണെന്ന് ചോദിച്ചാൽ കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബാരിയറിനെ നമുക്ക് തകർക്കാൻ പറ്റില്ല? ഇതൊരു അത്യാവശ്യം ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പടമാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. എന്നാൽ കൊമേഴ്ഷ്യൽ പടമാണോ, തിയേറ്ററിൽ സക്സസ് ആക്കാൻ പറ്റിയ പടമാണെന്ന് ചോദിച്ചാൽ അതുമാണ്. ഞങ്ങളൊരു
എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടിയത് ഞങ്ങൾ എറണാകുളം വിദ്യാർത്ഥികളുടെ ഒരു റിവ്യൂ ഷോ നടത്തി. അപ്പൊ അത്യാവശ്യം ക്രിട്ടിക്സുകളെയും LGBT കമ്മ്യൂണിറ്റി ആൾക്കാരെയൊക്കെ വിളിച്ചു. അപ്പൊ ഇവര് ലാസ്റ്റില് LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഈ അവസാനം പടം കണ്ടിട്ട് അവരുടെ കണ്ണിൽ നിന്ന് ആ ഒരു ടീയേഴ്സ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ വർക്കായി. ഞാൻ സായിക്ക് ചെന്ന് അപ്പം തന്നെ കൈ കൊടുത്തു. പിന്നെ നമുക്കും അറിയാമല്ലോ നമ്മളുടെ കണ്ണും നിറയുമല്ലോ ഒരു ഇത് ഒരു ക്ലൈമാക്സ് ആ ഒരു ഇമോഷണൽ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് സജി നന്ദിയായിട്ടാണ്, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറി സജി നന്ദിയാട്ട് വഴിയാണ് ഞാനിത് തിയേറ്ററിൽ എത്തിക്കുന്നത്. അപ്പം 25 സ്ക്രീനുകളും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കൂടുതൽ സ്ക്രീനുകൾ കിട്ടും. പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഒബ്വിയസ്ലി, കാരണം ഇപ്പൊ നമ്മള് കാതലൊക്കെ ഇറങ്ങിയപ്പോ നല്ല സപ്പോർട്ടായിരുന്നല്ലോ. ഇത് ജൂലൈ 18-നാണ് റിലീസായത്. പിന്നെ ഇതൊരു സ്ത്രീ എന്ന നിലയിൽ വെല്ലുവിളി കൂടിയാണ് എനിക്ക് സിനിമ. ഈ സിനിമയുമായി ഞാൻ 15 വർഷത്തിലേറെയായി ഡബിങ് ആർട്ടിസ്റ്റായിട്ട് FKയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു സിനിമാ പ്രവർത്തിക്കായിട്ട്. പക്ഷേ ഈ സിനിമ ചെയ്യുന്നത് കുട്ടിക്കാലം മുതൽ എനിക്ക് മോഹമായിരുന്നു. പക്ഷേ സിനിമ ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചു. ആദ്യം ഒരു പ്രൊഡ്യൂസർ എന്നെ കുറേ നടത്തിച്ച്, ഒരു 6 മാസക്കാലം എന്നെ നടത്തിച്ച് മാക്സിമം വല്ലാതെ ബുദ്ധിമുട്ടി. രണ്ടാമത്തെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, കുഞ്ചാക്കോ ബോബനെയൊക്കെ വെച്ച് വളരെ ഫേമസ് ആയ മൂവി എടുത്ത പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ 6 മാസം നടത്തിച്ച് എന്നെ കുത്തുപാള എടുപ്പിച്ചത് മാത്രമല്ല അപമാനിച്ച്. ഈ സുരാജേട്ടൻ്റെ ഡേറ്റ് ഉണ്ട്, സുരാജേട്ടന് പോലും സഹതാപം തോന്നിപ്പോയെന്നെ. അങ്ങനെ എടുത്തിട്ട് അയാൾ എന്നെ വളരെ ചീറ്റ് ചെയ്തു. ആ പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ട് ഞാൻ ഡെല്ലിങ് മാറ്റി വെച്ച് ഞാൻ എന്ത് ചെയ്യും, ആരെന്നെ ഹെൽപ്പ് എങ്ങനെ ഞാൻ ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഈ സബ്ജക്റ്റായിട്ട് ധാരാളം ചേച്ചിയുടെ അടുത്താണ് ആദ്യം പോയത്. അപ്പോൾ ഭാഗ്യജി പൂർണ്ണമായിട്ട് എന്നെ നന്നായിട്ട് പിന്തുണച്ച് ഒത്തിരി പ്രോത്സാഹനം തന്നു, ധൈര്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്ന് പ്രൊഡ്യൂസറിനെ കയറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ FKയിൽ തന്നെയുള്ള ആളുകളാണ് നമ്മൾ ഇത്രത്തോളം നടത്തിച്ച് ബുദ്ധിമുട്ടിച്ചത്. അതിന് ആരും ഉത്തരവാദിയല്ല, യൂണിയനും ഉത്തരവാദിയല്ല. പക്ഷെ അതും ഞാൻ അതാ പറഞ്ഞ മനുഷ്യന്റെ ആണ് പെണ്ണെന്നൊന്നുമില്ല, മനുഷ്യന്റെ സംസ്കാരമാണ് അവിടെ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ജിബിനെ കണ്ടുമുട്ടുന്നതും ഇങ്ങനെ ഒരു സംഭവം. ഇതിൻ്റെ ഒരു വാശിയായിരുന്നു എനിക്ക് സിനിമ എത്രയും പെട്ടെന്ന് എടുക്കണം. എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്കൊരു സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതും അവരൊക്കെ 30, 40, 50 ദിവസങ്ങളിൽ 30 കോടി 10 കോടിയൊക്കെ ചിലവാക്കുന്നിടത്ത് നമ്മൾക്ക് മാന്യമായ രീതിയിലൊരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കണം എന്ന വാശിയിലാണ് ഞാൻ പടം ചെയ്തത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റിയും അതെങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. ഇപ്പൊ പൊതുവെ മലയാളം സിനിമയുടെ ഡയറക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അഞ്ജലി മേനോൻ, ഗീതു മോഹൻദാസ്, അങ്ങനെ വളരെ കുറച്ചുള്ളൂ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫീമെയിൽ ഡയറക്ടേഴ്സ്. അപ്പൊ നിങ്ങൾക്കും നല്ലൊരു ഫീമെയിൽ ഡയറക്ടർ ആവണത് അത്ര ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ വന്നത്. ഞാൻ പാലക്കാട് ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് വന്ന സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് സിനിമാ നടികളൊക്കെ എവിടെ മാനത്താണ് ജീവിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ലോകമാണെന്ന് കണ്ടു. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ ആഴ്ച സിനിമ കാണാൻ പോകുമായിരുന്നു. സിനിമ ഒരു ടാബ്ലറ്റ്സ് പോലെയായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വരുമ്പോഴാണ് ഒരു ത്രില്ല്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല, ആരും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല, ആരും ഒരു ഗോഡ് ഫാദറും ഇല്ല. നമ്മളിങ്ങനെ തെണ്ടി നടന്ന് ലൊക്കേഷൻ വരെ തെണ്ടി നടന്ന് എല്ലാവരും പരിചയപ്പെട്ട് നേരിട്ട് പരിചയപ്പെട്ട് അത് മനസ്സിലാക്കി സാറിൻ്റെ അടുത്ത് നേരിട്ട് വരികയായ സാറിനടുത്ത് ഞാൻ മുന്നോട്ടേ ചോദിക്കുക, അപ്പോൾ വരും നിൽക്കും എന്ന് പറയാം. അങ്ങനെ പഠിച്ചതാണ്. ആരും അതായത് ഫാമിലിയിൽ നിന്ന് പോലും നമുക്കൊരു സപ്പോർട്ടില്ല. പിന്നെ സുഹൃത്തുക്കൾ വഴി വന്ന് നമ്മളുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇരിക്കാൻ കാരണമായി. സൗഹൃദങ്ങൾ അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞത് എൻ്റെ സൗഹൃദം തന്നെയാണ്. സൗഹൃദത്തോളം വലിയൊരു നേട്ടം എന്ന് പറഞ്ഞില്ല ശരിക്കും. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. LGBTQ അല്ലാണ്ട് വേറൊരു ഒരു ലവ് എന്ന് പറയുന്ന ഒരു റൊമാൻസ് എന്ന് പറയുന്ന ഒരു ടേം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു റിലീജിയൻ മാറ്റി വെച്ചിട്ട് റൊമാൻസ്, അല്ലെ? അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് റിലീജിയൻ എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു ബാരിയറും കൂടെ നിങ്ങൾ മുറിക്കുകയാണ്. റിലീജിയനും വേറെ എന്താ പറയാ, 2 ബാരിയേഴ്സ് ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് മനസ്സിലായി 2 ബാരിയേഴ്സ്. പിന്നെ നമ്മൾ പറയുന്ന 2 സോഷ്യൽ സ്ട്രേറ്റിലുള്ളവരാണ് ഈ 2 ക്യാരക്ടേഴ്സ്. 2 ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഏജിന്റെ ഡിഫറൻസ് ഉള്ളതാണ്. അപ്പൊ ഇത്തരം എല്ലാം ഒരുപാട് ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രദേശത്ത് നോക്കുമ്പോ ഒരു സിമ്പിൾ കഥയാണെങ്കിലും ഒരു ലവ് സ്റ്റോറി ആണെങ്കിലും ഒരു ദീപായി ഇറങ്ങുമ്പോ ഒരുപാട് പൊളിറ്റിക്സ്, ഒരുപാട് ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്ത് കഥ എഴുതിയവർക്കുള്ള ഭയങ്കര സ്ട്രോങ് പൊളിറ്റിക്കൽ കൺവിക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് ആ കഥയിലും സിനിമയിലും ഒക്കെ കാണാം.
പിന്നെ ഇതിലിപ്പോ ചേച്ചി അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ ദിൽഷ. അപ്പൊ ദിൽഷ ഭയങ്കര ചാമിങ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് തന്നെ വേണമെന്നായിരുന്നു ഓപ്പോസിറ്റ് നിൽക്കാൻ വേണ്ടി. ഇല്ല, ദിൽഷയെ അനൂപ് മേനോൻ സാറിന്റെ മൂവി വെച്ച് പരിചയപ്പെട്ടു. ഞാൻ അതിനകത്തൊരു വേഷം തമിഴ് ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പൊ ദിൽഷയായിരുന്നല്ലോ അതിന്റെ നായിക. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ്. പക്ഷെ ദിൽഷ അതിൽ നടക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ ഈ കഥയുമായിട്ട് മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ജുമേലിയെ അതിൽ നിന്ന് എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ദിൽഷ ഇത്ര മോഡേൺ ആയതുകൊണ്ട് പലരും പറഞ്ഞു ദിൽഷ അത് ശരിയാവും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ശരിയാക്കി എടുക്കാൻ. കാരണം നമ്മൾ അഭിനയിപ്പിക്കുമല്ലോ, ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടെന്ന് ബിഹേവ് ചെയ്താൽ പോരെ. അത് ദിൽഷ നന്നായിട്ട് അത് സ്വീകരിച്ച് അതുപോലെ തന്നെ ചെയ്യാൻ ചെയ്തു. ദിൽഷനെ ഒരിക്കലും തിരിച്ചറിയില്ല. അതെ, ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. അതെ, മണ്ണാർക്കാട് ഭാഷയൊക്കെ എനിക്ക് പഠിച്ച് പറയുമ്പോൾ തന്നെ ദിൽഷ ഒരു ഗ്രാമീണ, ശരിയാ അങ്ങനെ തോന്നും. ഒരു പാവം പെൺകുട്ടി, നാടൻ പെൺകുട്ടി ദിൽഷയ്ക്ക് പറ്റുമെന്നൊരു ക്വസ്റ്റ്യൻ ശരി നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മൾ റീൽസിലും എല്ലാം കണ്ട ദിൽഷ വേറൊരു ക്യാരക്ടറാണ്. ദിൽഷ അത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തതാണ്. ആക്ച്വലി ഇതില് ദിൽഷയുടെ ക്യാരക്ടർ ജുമൈല അതൊരു ബീഡി കറുപ്പ് പെൺകുട്ടിയായിട്ടാണ്, ഒരു വർക്കറായിട്ടാണ്. അപ്പൊ ഇതിനു വേണ്ടി 2 ദിവസം 5 ദിവസം മുന്നേ ബീഡി എങ്ങനെ ഉണ്ടാക്കാം അത് പഠിച്ചു. ദിൽഷ ബീഡി തെറുപ്പ് പഠിച്ചു. ഞങ്ങൾ അവിടെയുള്ള ഒരു പ്രൊഫഷണൽ ആളുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ആദ്യം ചെയ്തിട്ടൊന്നും ശരിയാണ്, പക്ഷെ ഇത് തന്നെ മണിക്കൂറുകളെടുത്തു പഠിച്ചെടുത്തു. എന്റെ നാട് തന്നെയായിരുന്നു കേട്ടോ. നാട്ടുകാരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല, അത് കുണ്ടിപ്പുഴ. അപ്പൊ അവര് പഠിപ്പിച്ചു കൊടുത്തു വീട്ടിൽ വന്നിരുന്നൊക്കെ. പിന്നെ രമേശ് ചേട്ടനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞപ്പോ വീട് തീർക്കാനൊക്കെ പഠിച്ചിട്ട് വരിക ചെയ്യുന്നത്. അതിന് സഹകരിച്ച് ദിൽഷയ്ക്ക് കാണിച്ചു കൊടുത്തു. അത് ശരിക്കും ഒറിജിനാലിറ്റി ആയി. ദിൽഷ അങ്ങനെ തന്നെ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ദിൽഷ ഡബ്ബിംഗ് കൂടി ചെയ്ത് അത് മനോഹരമായി. ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ദിൽഷയുടെ ഒരു എന്താ പറയുക പേരാണല്ലോ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ദിൽഷ വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അത് തന്നെ അങ്ങനെ തന്നെ ആകുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ജോബ് സ്റ്റാർട്ട്. കാരണം നമ്മൾ കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ, വളരെ പ്രൊഫഷണൽ ആണ്, നല്ല മര്യാദയുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് അതെ വളരെ ഈസി തമ്മിലൊരു കോംബോ വർക്ക്ഔട്ട് ആയോ? ഒരു അത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയണം. അല്ലാതെ ഓഫ് സ്ക്രീൻ അതെ, ഓഫ് സ്ക്രീൻ അതാണ് കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇപ്പൊ അവിടെ വന്ന് കുറെ ടാൻട്രംസ് ഒക്കെ കാണിക്കുന്ന ഒരു ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ അവിടെ എത്ര അഭിനയിച്ചാൽ ചിലപ്പോ അതെന്റെ മുഖത്ത് ചിലപ്പോ അതിന് സാധ്യതയുണ്ട്. ഞാൻ അത്രയ്ക്ക് നല്ല ആക്ട്രസ് അല്ല, അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. കഥാപാത്ര സൃഷ്ടിയില് സ്റ്റോറീസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാത്ര സൃഷ്ടികളുണ്ടല്ലോ, ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ കഥാപാത്രം. അപ്പോൾ രണ്ടുപേരുടെയും ഐഡന്റിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജയന്തി എന്ന് പറയുന്ന നിരജ് ചെയ്യുന്ന ക്യാരക്ടർ. കാരണം ദിൽഷയുടെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് കൂടുതൽ പെർഫോം ചെയ്യാനുണ്ട് ദിൽഷയ്ക്ക്. കാരണം ദിൽഷ അങ്ങനത്തെ ഒരു കുട്ടിയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരാളായിട്ട് ചെയ്യണം. അതൊരു ചലഞ്ചാണ്. അത് ഓഫ് കോഴ്സ് ദിൽഷയ്ക്ക് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ ഈ ജയന്തി എന്ന് പറയുന്ന നിരജിലെ കഥാപാത്രത്തിന് ഭയങ്കര പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ അതിന്റെ അവരനുഭവിക്കുന്ന സ്ട്രഗിളും ഇമോഷൻസും എല്ലാം അവര് ഒതുക്കി സൈലന്റ് ആണ്. അവരെന്താണ് ഈ സിനിമയിൽ അവരുടെ നിലപാടെന്നുള്ള ഒരു നിഗൂഢമായ കാര്യമാണ്. കാരണം അവരൊരിക്കലും പൊട്ടിക്കരയുന്നില്ല സിനിമ. പക്ഷെ ദിൽഷയുടെ കാര്യം നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യും, ശരിയാണെങ്കിൽ അത് സങ്കടമാണെങ്കിൽ പൊട്ടിക്കരയും, അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വലിയ സംശയമൊന്നും അത് കണ്ടിങ്ങനെ പോകുന്നത്. പക്ഷെ ഈ ജയന്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളിന്ന് ആലോചിച്ച് മനസ്സിലാക്കണം. എന്താണ് ചിന്തിക്കുന്നത്, ഇവരെന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പിന്നിലേക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. അവർ അത്രയും അതായത് അദൃശ്യമായ, ഞാൻ എപ്പോഴും സൈഡെന്ന് പറയുന്നത് നമ്മൾ ഈ കഥ എഴുതുന്നുണ്ട്, അതായത് അദൃശ്യമായ ഒരു ചങ്ങലകൾ മനസ്സിൽ ശരീരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജയന്തി കഥാപാത്രം. ദുഃഖപുത്രി നിശബ്ദ നായിക എന്നൊക്കെ പേര് വരാൻ സാധ്യത. നമ്മൾ വേറെ അന്യഗ്രഹ ജീവി അല്ല നമ്മൾ കൊണ്ടുവന്നത്. നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ വീട്ടിലെ അമ്മമാരോ അമ്മായിമാരോ നമ്മളെ അമ്മൂമ്മമാരോ ഒക്കെ തന്നെയാണ് നമ്മൾ ആ ജയന്തിയായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ അദൃശ്യമായിട്ടുള്ള ചങ്ങല എന്ന് പറയുന്നത് ഈ പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ചങ്ങലകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അനുസരിച്ചിട്ട് അവരുടെ ഇമോഷൻസ് ഒതുക്കി അവർക്ക് അവരുടെ എക്സ്പ്രഷൻ പോലും അവർ ഭയങ്കര പരിമിതപ്പെട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചലഞ്ച് അത് ശരിക്കും